ിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സ്നേഹം നിറഞ്ഞ ഇടവകളെ, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഇവിടെ ഇങ്ങനെ ആയിരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എൻ്റെ ആരോഗ്യസ്ഥിതി എല്ലാവർക്കും അറിയാം, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം എന്നെ ഇവിടെ ചേർത്ത് വെച്ച എൻ്റെ ഈശോയുടെ കാരുണ്യത്തിനെ ഓർത്ത് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. 15 വർഷത്തെ എൻ്റെ സർവീസ് അവാർഡ് ഒരു കയ്യില്, മറ്റേ കയ്യില് ഈശോ എനിക്ക് പുതിയതായിട്ട് തന്ന സ്നേഹ സമ്മാനം ക്യാൻസർ എന്ന എൻ്റെ റോസാപുഷ്പം. ഇത് രണ്ടും പിടിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. എൻ്റെ വിശ്വാസ പരിശീലനം 15 വർഷത്തെ വിശ്വാസ പരിശീലനത്തിൽ ഒരു കുഞ്ഞു സഹനം തന്നപ്പോഴും എൻ്റെ ഈശോയെ എന്തിന് എന്ന് ചോദിക്കാതെ ഈശോയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്നെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നെന്ന് പറയാം എനിക്ക് കാണിച്ച ആ ഒരു മനസ്സാണ് എൻ്റെ മക്കൾക്ക് കൊടുത്ത വിശ്വാസ പരിശീലനം. അത് മാത്രമാണ് എനിക്കൊരു ഈ വിശ്വാസ പരിശീലനത്തിൽ നിന്ന് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഒരു സമ്പത്തും അത് തന്നെയാണ്. പ്രാക്ടിക്കൽ ലൈഫിലെ മക്കൾക്ക് കൊടുക്കാനായിട്ട് എനിക്കുള്ളതും അത് തന്നെയാണ്. 15 വർഷത്തെ ഞാൻ കർമ്മമണ്ഡലത്തിലെ എൻ്റെ ഒരു ജന്മമണ്ഡലം കൂടിയുണ്ട്. ഞാൻ മാമോദീസ സ്വീകരിച്ച പള്ളിയും ഇത് തന്നെയാണ്, എൻ്റെ വിവാഹം കഴിഞ്ഞ പള്ളി. അപ്പൊ മാമോദീസയുടെ ഈശോയുടെ പൗരോഹിത്യത്തിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ മക്കൾക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു ഇടവകയിൽ തന്നെ എന്നെ ദൈവം നിയോഗിച്ചു എന്നുള്ളതും വലിയൊരു അനുഗ്രഹപ്രദമായി കാണുന്നു. വിശ്വാസ പരിശീലനം പിന്നെ കേവലം നമ്മുടെ അധ്യാപകർക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ മാതാപിതാക്കളും ഒരുമിച്ച് പങ്കാളികളാവുമ്പോഴാണ് വിശ്വാസ പരിശീലനം ഏറ്റവും മനോഹരമായി തീരുന്നത്. ഞങ്ങൾ അധ്യാപകർ ഒരുപാട് അറിവും കഴിവുമുള്ളവരൊന്നല്ല, ഞങ്ങൾക്ക് അറിയുന്നത് ഈശോയുടെ മക്കൾക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങൾ പാരൻസും അതേപോലെ തന്നെ വിശ്വാസ പരിശീലനത്തിലെ മക്കളെ വളർത്താനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം. നമ്മുടെ മക്കളെല്ലാവരും ഒരുപാട് നല്ല നല്ല കുട്ടികൾ. നമ്മൾ പറയും തലമുറ മാറിപ്പോയി എന്നൊക്കെ, പക്ഷെ ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെയുള്ള മക്കളാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ എൻ്റെ ACC മക്കളെ ഞാനെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അവര് വന്ന് അവരുടെ പെരുമാറ്റം കണ്ട് ഞങ്ങൾ കസിൻ HM ഉണ്ടായിരുന്നു അവിടെ KTSM. അവര് പറഞ്ഞത് ഇവരെ റിൻസി ഇപ്പോൾ KTSM പഠിപ്പിക്കാനുള്ള അവർ റെഡിയാണെന്ന് പറഞ്ഞു. അത്രയും നല്ലൊരു സ്നേഹവും പരിചരണവും. നമ്മളൊക്കെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനെ നമ്മുടെ മക്കള് പ്രവൃത്തിക്കും കൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത്രയും സ്നേഹവും കരുതലും ഒക്കെ ഉള്ള മക്കളാണ് നമ്മുടെ എല്ലാ മക്കളും. എനിക്ക് നമ്മുടെ ACC മക്കളെ എന്നോടൊപ്പം ഉള്ള കാരണം എനിക്ക് അവരറിയാം. അങ്ങനെ ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു 15 വർഷക്കാലം നമ്മുടെ KTSM യൂണിറ്റ് ഏറ്റവും മനോഹരമായി പോകുന്ന, നല്ല സന്തോഷം സമാധാനം ഒത്തൊരുമയോടെ പോകുന്ന ഒരു മനോഹരമായ KTSM യൂണിറ്റാണ് നമ്മുടെ ഇടവകയിൽ. അപ്പോൾ എൻ്റെ സഹനങ്ങളെ, എൻ്റെ അസുഖങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു മാസം മുന്നേ വന്ന ഒരു കാലുവേദന, ഒരു ഇടപ്പല്ലിലെ ട്യൂമറായി. 2 ദിവസം കഴിഞ്ഞ് വന്ന കൈ തളർച്ച ബ്രെയിനിലായി. പിന്നീട് വന്ന ഒരു PET സ്കാൻ യൂട്രസിലും. അങ്ങനെ 3 സ്ഥലത്തും ക്യാൻസർ എന്നൊരു ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ ഞങ്ങളുടെ അടുത്ത് കുറെ പേര് വന്ന് ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് 2 പേർക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ? കാരണം നിങ്ങൾ 2 പേര് KTSM ടീച്ചേഴ്സ്, എന്നും നിങ്ങൾ വന്ന് കുർബാനയ്ക്ക് കുടുംബമായിട്ട് വരുന്നു, പ്രാർത്ഥന, കുമ്പസാരം, ഉപവാസം അങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങൾക്ക് എന്തുകൊണ്ട്? പക്ഷെ ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ ദൈവത്തിന് അങ്ങനെ തെറ്റൊന്നും പറ്റില്ല. നമ്മുടെ ദൈവത്തിന് കൃത്യമായിട്ടുള്ള പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. നമ്മുടെ ദൈവം സ്നേഹവാനും കാരുണ്യവാനൊക്കെയാണ്, ഒരിക്കലും തെറ്റുപറ്റില്ല. ഒരുപാട് അൽത്താരമേലെ എന്നെ ചിലപ്പോൾ സാക്ഷ്യത്തിന് ഇടവരുത്തുന്നതായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. മറിച്ചാണെങ്കിലും അതിനും ഞാൻ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നു. അപ്പോൾ ഇത്രയും വർഷക്കാലം എന്നിൽ നിന്ന് എന്തെങ്കിലും മക്കൾക്കോ പാരൻസിനോ എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ചകളോ തെറ്റുകളോ വേദനകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വാക്കുമാപ്പ്. തുടർന്നും എൻ്റെ ട്രീറ്റ്മെൻറ്റിലും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയും അപ്പം എൻ്റെ ഒപ്പം ഉണ്ടാവുന്ന അറിയാം. അതാണ് എനിക്കുള്ള ധൈര്യം. പിന്നെ ഈ ഒരു അവാർഡ് എനിക്ക് വിജയിച്ചിട്ടുണ്ടെന്ന നമ്മുടെ KTSM കുടുംബത്തിനെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.